ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ മറ്റൊരു റെക്കോർഡഡ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ ബ്ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് ബ്ലോക്ക്. ആഫ്രിക്കൻ കരീബിയൻ ലിറ്ററേച്ചറിലെ രണ്ടാമത്തെ ബ്ലോക്കിലേക്കാണ്. രണ്ടാമത്തെ ബ്ലോക്ക് സംസാരിക്കുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ലിറ്റററി കോണ്ടെക്സ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, സൊസൈറ്റൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു, പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു, ലിറ്റററി കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു ആഫ്രിക്കയിലും കരീബിയയിലും എന്നുള്ള കാര്യം. അപ്പൊ അതിന് ആദ്യത്തെ യൂണിറ്റ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 യൂണിറ്റുകളാണ് അതിലുള്ളത്. ആദ്യത്തെ യൂണിറ്റ് പോയട്രിയാണ്. കുറെ കവിതകൾ അതിൽ പറയുന്നുണ്ട്. ആ കവിതകളുടെ ഒക്കെ തീമും സാധനങ്ങളൊക്കെയാണ്, അതിന്റെ അനാലിസിസ് ഒക്കെയാണ് ആ യൂണിറ്റിൽ വന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പോയട്രി പഠിക്കുമ്പോൾ അതിലെ കവിതകൾ ഓരോന്നിനും ഓരോ പേജ് ആയിട്ട് അതിന്റെ തീം ഇതാണ്, അതിൽ പറയുന്ന സംവിധാനങ്ങൾ ഇതാണ് എന്നുള്ളതിന്റെ പോയിന്റുകൾ എഴുതിയൊക്കെ നോട്ടാക്കി പഠിച്ചാൽ കുറച്ചുകൂടി വൃത്തിയുണ്ടാവും. അപ്പൊ പോയട്രി എന്ന് പറയുന്ന യൂണിറ്റിൽ സംസാരിക്കുന്നത് എന്താ നോക്കാം. അതിലാദ്യം ലെപ്പേർഡ് സെഡാർ സെൻഗറിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഏതൊരു യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പഠിക്കാനുണ്ട് പുള്ളിയുടെ കവിത എന്ന്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം ലെപ്പേർഡ് സെൻഗർ എന്താ പറഞ്ഞു നോക്കാം. ആരാ പുള്ളിക്കാരൻ നോക്കാം. എ കീ ഫിഗർ ഓഫ് ദ നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞാണ്. ഹാർലം റെനസൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ആഫ്രോ അമേരിക്കൻ പീപ്പിളിന്റെ ഒരു മൂവ്മെന്റ് ആയിരുന്നു നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റിലെ ഏറ്റവും ആ സമയത്ത് നമ്മൾ പുള്ളിക്കാരനെ പറഞ്ഞു. നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റിലെ പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റിനെ എടുക്കുമ്പോൾ, എഴുത്തുകാരെടുക്കുമ്പോൾ അതിലുള്ളൊരു എഴുത്തുകാരനായിരുന്നു ആര്, സെൻഗർ. penned some of the most evocative and celebrated poems about black women. കറുത്ത വർഗക്കാരായ സ്ത്രീകളെ കുറിച്ച് അവരെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഇവോക്കേറ്റീവ് ആയിട്ട് നമ്മുടെ ഇമോഷൻസിനെ ഇങ്ങനെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ കവിതകൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ. His work offers a complex and nuanced portrayal, often idealized yet deeply respectful of black womanhood. കറുത്ത വർഗക്കാരായ സ്ത്രീകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ബ്ലാക്ക് ഫെമിനിസം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ പറയാറുണ്ട്. അതായത് 2 രീതിയിലാണ് അവർ ഒപ്രഷൻ. കറുത്ത വർഗക്കാരായ സ്ത്രീകള് 2 വട്ടം ഒപ്രസ് ചെയ്യപ്പെടുന്ന മനുഷ്യന്മാരാ. ഒന്ന്, അവര് കറുത്ത വർഗക്കാരാണ് എന്നുള്ള കാരണം കൊണ്ട് ഓൾറെഡി ഒരു ഒപ്രഷൻ സമൂഹത്തിൽ അവിടെ സംഭവിച്ചു. രണ്ടാമത്തെ മാർജിനലൈസേഷൻ, അവരൊരു പെണ്ണാണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ കറുത്ത വർഗക്കാരായ പെണ്ണ് എന്ന് പറയുമ്പോൾ 2 വട്ടം സമൂഹത്തിൽ മാർജിനലൈസ് ആക്കപ്പെട്ട മനുഷ്യന്മാരാണ്. അപ്പൊ അവരെ സെലിബ്രേറ്റ് ചെയ്ത്, അവരെ റെസ്പെക്ട് ചെയ്ത്, ബ്ലാക്ക് വുമൺഹുഡിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് കവിത എഴുതിയ ഒരാളാണ് ആര്, കവിതകൾ എഴുതാറുണ്ടായിരുന്ന ആളാണ് ആര്, ലെപ്പേർഡ് സെഡാർ സെൻഗർ. അദ്ദേഹത്തിന്റെ ബ്ലാക്ക് വുമൺ എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ബ്ലാക്ക് വുമൺ എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക്. ഞാൻ മാർഗം വൈറ്റ് എടുക്കാം. ബ്ലാക്ക് വുമൺ എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെൻഗർ eulogize the beauty of African women and by extension Africa as a continent. ആഫ്രിക്കയിലെ സ്ത്രീകള്, ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരായ സ്ത്രീകളുടെ ഭംഗി എന്ത് ചെയ്യാണ്, വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ്. പക്ഷെ അതിൽ ഓർക്കേണ്ട കാര്യം, ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരുടെ കറുത്ത വർഗക്കാരായ സ്ത്രീകളുടെ ബ്യൂട്ടിയെ സെലിബ്രേറ്റ് ചെയ്യുക. ഇൻ ദ സെൻസ് ഹി ഈസ് ട്രൈങ് ടു ഇക്വേറ്റ് ദാറ്റ് ബ്യൂട്ടി വിത്ത് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. അതായത് ആഫ്രിക്കയിലെ പെണ്ണുങ്ങൾ, കറുത്ത വർഗക്കാരായ പെണ്ണുങ്ങൾ ഈസ് ഈക്വൽ ടു ആഫ്രിക്ക എന്ന് ചേർത്ത് വായിക്കണം. ഞാൻ പറയുന്നത് ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരായ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമല്ല, അവരെ കുറിച്ച് ഞാൻ പറയുന്ന അവരെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്റെ ആഫ്രിക്കയെ തന്നെയാണ് എന്ന് പറയാണ്. He writes, to debunk the assumption of the Western world that black is inferior and associated to barbarism or primitivism. അതായത് ഈ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, സൗന്ദര്യത്തിന്റെ അളവുകോലുകൾ ഒക്കെയും നിർണയിച്ചത് ആരാണ്, വെസ്റ്റേണിസം ആണ്. ഓക്കെ, വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ് സൗന്ദര്യത്തിന്റെ ആധാരശിലയായിട്ട് സമൂഹത്തിൽ അന്നും ഇന്നും ഒക്കെ എവിടെയൊക്കെയോ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തമന്നയുടെ കേസ് ഏതൊരു യൂണിറ്റ് പറയുന്ന സമയത്ത് പറഞ്ഞു. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെളുപ്പാണ് സൗന്ദര്യത്തിന്റെ തത്വശാസ്ത്രം എന്നും കാണാൻ കൊള്ളാവുന്നത് എന്നുള്ളതിന് വെളുപ്പിന്റേത് മാത്രമായിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് എന്നും അതാണ് സൗന്ദര്യം എന്നും സൗന്ദര്യശാസ്ത്രം എന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലേക്ക് ആര് പറയാണ്, സെൻഗർ പറയാണ്,
വെളുപ്പല്ല സൗന്ദര്യം. ഓക്കെ, വെളുപ്പല്ല സൗന്ദര്യം, കറുപ്പും സൗന്ദര്യമാണ്. ഓക്കെ, കറുപ്പും സൗന്ദര്യമാണ്. അപ്പം കറുപ്പ് വളരെ ഇൻഫീരിയർ ആണെന്നും വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പുരാതനമായ മനുഷ്യന്മാരെ റെപ്രസെന്റ് ചെയ്യുന്ന നിറമാണെന്നും മനുഷ്യന്മാരാണെന്നൊക്കെ പറയുന്ന വെസ്റ്റേൺ തോട്ടിനെ കൃത്യമായിട്ട് അതിന്റെ മൂക്കിലിട്ടിടിക്കുന്ന പരിപാടിയാണ് സെങ്കർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് കറുപ്പ് ഇൻഫീരിയർ അല്ല, കറുപ്പ് മറ്റെല്ലാത്തിനെയും പോലെ ഈക്വലൈസ് ചെയ്യപ്പെടേണ്ട കളറാണ്. കറുപ്പ് ഇൻഫീരിയർ അല്ല, അത് സുപ്പീരിയർ ആണ്. ദാൻ എനിത്തിങ്. വെളുപ്പല്ല സൗന്ദര്യത്തിന്റെ അളവ് പോലെ കറുപ്പും സൗന്ദര്യം തന്നെയാണ് എന്ന് പറയാണ്. കറുത്ത നിറക്കാരായ മനുഷ്യന്മാര് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ആദിമ മനുഷ്യരല്ല, അവര് പച്ചക്കുള്ള നമ്മളെ പോലെയൊക്കെയുള്ള മോഡേൺ മനുഷ്യന്മാര് തന്നെയാണ്. ആഫ്രിക്ക ഒരു ഇൻഫീരിയർ കോണ്ടിനെന്റ് അല്ല, സുപ്പീരിയർ കോണ്ടിനെന്റ് ആണ്. ആഫ്രിക്ക ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഭൂഖണ്ഡമാണ് ഇന്ന് തുറന്ന് സമ്മതിക്കാണ്, തുറന്ന് വാദിക്കാണ് ആര് ചെയ്യുന്നത്, സെങ്കർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള സെങ്കർ അദ്ദേഹത്തിന്റെ ബ്ലാക്ക് വിമൻ എന്ന് പറയുന്ന കവിതയിലെ പോർട്രേയിൽ ബ്ലാക്ക് വിമനെ പോർട്രേ ചെയ്യുന്ന സമയത്ത് പറയുന്ന കീ തീംസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, സിമ്പിൾ ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് ലൈഫ്. ഫെർട്ടിലിറ്റിയുടെയും ജീവിതത്തിന്റെയും ഒരു സിമ്പിൾ ആയിട്ടാണ് ബ്ലാക്ക് വിമനെയും ആഫ്രിക്കയൊക്കെ കാണുന്നത്. നമുക്ക് ഇക്വേറ്റ് ചെയ്ത് പറയാ ചെയ്യുന്നത്. എർത്ത് ആൻഡ് ഇറ്റ്സ് എ ലൈഫ് ഗിവിംഗ് പ്രോപ്പർട്ടി. ഇത് ഭൂമിയെ പോലെയാണ് ലൈഫ് ഗിവിംഗ് പ്രോപ്പർട്ടി. പെണ്ണിന് മാത്രമേ ജീവൻ കൊടുക്കാൻ പറ്റൂ, അല്ലെ? പ്രസവിക്കുക എന്ന് പറയുന്ന ഒരു കാപ്പബിലിറ്റി സയൻസ് ഇതുവരെയുള്ള വളർച്ച പ്രകാരം പെണ്ണിന് മാത്രമേ ഉള്ളൂ. പെണ്ണിന് മാത്രമേ ഉള്ളൂ. ദേ ആർ പോർട്രേഡ് ആസ് സിംബൽസ് ഓഫ് ഫെർട്ടിലിറ്റി, ക്രിയേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി. ഫെർട്ടിലിറ്റിയുടെ, ക്രിയേഷന്റെ, കണ്ടിന്യൂറ്റിയുടെ സിംബലാണ് എപ്പോഴും കറുത്തവരക്കാരായ സ്ത്രീ. അത് തന്നെയാണ് എന്റെ ആഫ്രിക്ക എന്ന് പറയാണ്. സ്പിരിച്വൽ ആൻഡ് മിസ്റ്റിക്കൽ ക്വാളിറ്റീസ്. അപ്പൊ ഈ പറഞ്ഞ ബ്ലാക്ക് വിമൺ ആഫ്രിക്കയുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞ് അതിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, കറുപ്പിനെ, കറുത്ത പെണ്ണിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് സ്പിരിച്വൽ ആൻഡ് മിസ്റ്റിക്കൽ പവേഴ്സ്, അവൾക്കുള്ള പവർ, അസാധ്യമായ പവറുകളുള്ളവളാണ് അവൾ എന്ന് പറയാണ്. കണക്ടിങ് ദം ടു ആൻസിസ്ട്രൽ വിസ്ഡം ആൻഡ് കോസ്മിക് ഫോഴ്സ്. കോസ്മിക് ഫോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് അത്രയും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം കഴിവുകളും ശക്തികളും ഒക്കെ ഉള്ളവരാണിവർ എന്ന് പറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആൻസിസ്ട്രൽ വിസ്ഡം, നമ്മുടെ പുരാതനമായ പാരമ്പര്യ അറിവുകൾ ഉള്ള മനുഷ്യന്മാരാണ്, അതിന് വാല്യൂ ഉണ്ട് എന്ന് പറയാണ്. ബ്യൂട്ടി ആൻഡ് സെൻഷ്വാലിറ്റി, ഫിസിക്കൽ ബ്യൂട്ടി ഓഫ് ബ്ലാക്ക്. നമ്മൾ കറുത്തവരക്കാരായ പെണ്ണിന്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗന്ദര്യമാണ്. അത് എന്നുള്ളതിന് ചോദ്യം, എങ്ങനെയെന്നുള്ളതിന് ചോദ്യം, അത് സൗന്ദര്യമാണ്. കാണുന്നതിന്റെ കണ്ണിലാണല്ലോ സൗന്ദര്യം ഉള്ളത്. അതുപോലെ emphasizing their curves, skin tone and hair as embodiment of aesthetic perfection. സൗന്ദര്യാത്മകതയുടെ പരിപൂർണതയിലെത്തിയ ക്രിയേഷൻ ആണ് ഒരു കറുത്തവരക്കാരായ പെണ്ണ് എന്ന് പറയാണ്. ഓക്കെ, ഒരു കറുത്തവരക്കാരായ പെണ്ണ് ഈസ്തറ്റിക് പെർഫെക്ഷൻ അറ്റൈൻ ചെയ്തൊരു ക്രിയേഷൻ ആണ് എന്ന് പറയുന്നത്. അവളുടെ സ്കിൻ ടോണ്, അവളുടെ ഹെയർ, അവളുടെ കേഴ്സ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സൗന്ദര്യത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്ന സൗന്ദര്യാത്മകതയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന പോലെ വെളുപ്പല്ല സൗന്ദര്യം. ആൻഡ് മദർഹുഡ് ആൻഡ് നർച്ചറിങ്. മദർഹുഡ്, ഫെർട്ടിലിറ്റി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പൊ മദർഹുഡ്, അപ്പം ബ്ലാക്ക് വിമൺ, എല്ലാ വിമന്റെ റോള് ഈ പറഞ്ഞ പോലെ ഒരു റോള് മദർഹുഡ് തന്നെയാണല്ലോ. ആൻഡ് കെയർ ഗിവേഴ്സ് ഇസ് സെൻട്രൽ ടു സെൻഗേഴ്സ് പോയട്രി. ദേ ആർ സീൻ ആസ് ദ ഹേർഡ് ആൻഡ് സോൾ ഓഫ് ദ കമ്മ്യൂണിറ്റി, പ്രൊവൈഡിങ് ലവ്, സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത്. അതൊരു കമ്മ്യൂണിറ്റിയുടെ, ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയുടെ സെൻട്രൽ അല്ലെങ്കിൽ അതിന്റെ ഹാർട്ട്, സോൾ എന്ന് പറയുന്ന ആരാണ്? ബ്ലാക്ക് വുമൺ ആണെന്നാ പറയുന്നത്. ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് ലവ്, providing support, providing life support, creating a new generation and giving the strength to the society. അപ്പൊ എല്ലാം കൊണ്ടും നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന സൗന്ദര്യം ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്, വെറും ആട്ടർ ബ്ലണ്ടർ ആണെന്നാണ് ആരോട് പറയുന്നത്? വെസ്റ്റേൺ പീപ്പിളിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കവിത പഠിക്കാനുള്ളത്. ആദ്യത്തെ കവിത ഏതാണ്? അതിന്റെ തീമും അതാണ്. ഇനി രണ്ടാമത്തെ കവിത ഡേവിഡ് ഡാപ്പിന്റെ ആഫ്രിക്ക എന്ന് പറയുന്ന കവിതയാണ്. നോക്കാം. ഇറ്റ് ഇസ് എ പവർഫുൾ ആൻഡ് ഹോണ്ടിങ് പോം ദാറ്റ് സെർവ്സ് ആസ് എ വിസറൽ ഇൻഡിക്മെന്റ് ഓഫ് കൊളോണിയൽ ഒപ്രഷൻ. അതായത് കൊളോണിയൽ ഒപ്രഷന്റെ ഏറ്റവും ഹോണ്ടിങ് ആയിട്ടുള്ള ഭീകരാവസ്ഥ ആഫ്രിക്കയെ വെസ്റ്റേൺ കോണ്ടിനെന്റ് എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് വാക്കുകളിൽ പോലും അവതരിപ്പിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. ഓക്കെ, ഈവൻ 21ാം നൂറ്റാണ്ടിൽ പോലും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അവർ ഒപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നിനും കൊള്ളാത്ത മനുഷ്യന്മാരാണെന്ന് ലേബൽ ചെയ്യപ്പെടുന്നുണ്ട്. സോ അതിന്റെ ഭീകരാവസ്ഥയെ കാണിക്കുന്ന ഒരു കവിതയായിരുന്നു എന്ത്? ആഫ്രിക്ക. ഇറ്റ് depicts Africa as a wounded, suffering mother victimized by the brutality of colonization.
ആഫ്രിക്കയെ മുറിവേറ്റ വേദനിക്കുന്ന ഒരു അമ്മയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. വിക്ടിമൈസ്ഡ് ബൈ ദ ബ്രൂട്ടാലിറ്റി ഓഫ് കോളനൈസേഷൻ. കോളനൈസേഷന്റെ അതിക്രൂരമായ ക്രൂരതയ്ക്ക് ഇരയായിട്ടാണ്, ഒരു വിക്ടിമായിട്ടാണ്, ഒരു പ്രേ ആയിട്ടാണ് ആര് അവതരിപ്പിക്കുന്നത്, ആഫ്രിക്ക അവതരിപ്പിക്കുന്നത്. The poem vividly portrays the physical and emotional scars inflicted upon the African people, their culture and land. ഈ പറഞ്ഞ ബ്രൂട്ടാലിറ്റി മുഴുവനും വേദനിപ്പിച്ചത് ആഫ്രിക്ക എന്ന് പറയുന്ന ലാൻഡിനെ മാത്രമല്ല, അതിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവരെ കൂടി എത്രമാത്രം നോവിച്ചിട്ടുണ്ടെന്ന് മാത്രം ആലോചിച്ചാൽ മതി. സോ ഫിസിക്കലി അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രൂട്ടലി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇമോഷണലി അവർക്ക് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊന്നിനും കൊള്ളൂല നിരന്തരം പറഞ്ഞു ഞങ്ങളൊന്നിനും കൊള്ളൂല എന്നുള്ള സാധനം അവരുടെ മൈൻഡിൽ എന്തായി പോയിട്ടുണ്ട്, ഇൻജക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ ലാൻഡ് മാത്രമല്ല, അവരെന്ന് മനുഷ്യരും മുറിവേറ്റ മനുഷ്യരായിട്ടാണ് ആഫ്രിക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ലാമൻസ്, അത് ലാമന്റിയാണ്, വിലപിക്കുക എന്ന് പറയും. That poem is lamenting the loss of identity and the destruction of rich heritage. അതിന്റെ ഐഡന്റിറ്റി അതിന് നശിച്ചു പോയിട്ടുണ്ട്, നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഐഡന്റിറ്റി എന്നും അതിന്റെ റിച്ച് ഹെറിറ്റേജ്, അതിന്റെ റിച്ച് ആയിട്ടുള്ള പാരമ്പര്യം അതിന്റെ കയ്യിൽ നിന്നും പതുക്കെ 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 ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിളിച്ചു പറയാണ് ആര്, ഡേവിഡ് ടൈപ്പ്. Despite the overwhelming pain and suffering, the poem also conveys a sense of resilience and hope, suggesting that the African spirit will ultimately prevail. ഒടുക്കം അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഒരു ഹോപ്പിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇത്രയൊക്കെ വേദനകൾ ആഫ്രിക്ക അനുഭവിക്കുന്ന സമയത്തും അതിൻ്റെ ഉള്ളിൽ ഹോപ്പുണ്ട്, തിരിച്ചു വരും എന്നും ഈ മുറിവുകളിൽ നിന്നൊക്കെ ഈ വേദനകളിൽ നിന്നൊക്കെ തിരിച്ചു കയറും എന്നുമുള്ള ഒരു 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 പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് അപ്പോഴും ആഫ്രിക്ക. ആരെപ്പോലെ, ഡേവിഡ് ടൈപ്പിനെ പോലെ. ദിസ് ഇസ് ആഫ്രിക്ക. Powerful and poignant poem that encapsulate the pain and resilience of the African continent under colonial oppression. നമ്മൾ പറഞ്ഞ colonial oppression അതിന്റെ വേദനകൾ പറയാണ്. The poem is a visceral cry against the dehumanizing effect of colonization and the celebration of Africa's enduring spirit. അതായത് ഡീഹ്യൂമനൈസ് ചെയ്യപ്പെട്ട, അതായത് മനുഷ്യപ്പറ്റില്ലാതെ ആഫ്രിക്കയോട് വെസ്റ്റേൺ പീപ്പിൾ, യൂറോസെൻട്രിക് ആയിട്ടുള്ള സൊസൈറ്റി കാണിച്ച മനുഷ്യപ്പറ്റില്ലായ്മ ഉണ്ടല്ലോ, അതിനോടുള്ള ഒരു കരച്ചിലാണ് ശരിക്കത്. എന്നിട്ടോ ആഫ്രിക്കയുടെ സ്പിരിറ്റിനെ എൻജോയ് ചെയ്യുക, അതിനെ സെലിബ്രേറ്റ് ചെയ്ത് പറയാണ്. അതിലുള്ള കൊളോണിയൽ വയലൻസ് അതിലെ തീമാണ്, ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന ഒരു തീമാണ്, ഹോപ്പും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ. ആ മുറിവുകളൊക്കെ ഉണക്കിയിട്ട് ആഫ്രിക്ക ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് കവിത എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. അടുത്ത് ചിനുവ അച്ഛബേയുടെ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന കവിതയാണ് പഠിക്കാനുള്ളത്. റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എനിക്ക് തോന്നുന്നു ഞാൻ PG ഒക്കെ പഠിച്ചിട്ടുള്ളത്, അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കവിതയാണ്. In this poem, Achebe highlights the case of the refugee mother who has to watch a child die because she cannot feed him. അതായത് റെഫ്യൂജി എന്ന് പറഞ്ഞാൽ എന്താ, അഭയാർത്ഥിയാണ്. അഭയാർത്ഥിയാക്കപ്പെട്ട ഒരു അമ്മ തന്റെ മുമ്പിൽ തന്റെ കുട്ടി മരിച്ചു പോകുന്നത് കാണാണ്. അവന് ഭക്ഷണം കൊടുക്കാൻ, അവന് ഫീഡ് ചെയ്യാൻ കഴിയാത്ത വിധം ദരിദ്രയായി പോയ ഒരു അഭയാർത്ഥിയായ അമ്മ, തന്റെ കണ്ണിന്റെ മുമ്പിൽ തന്റെ കുഞ്ഞ് മരിച്ചു പോകുന്നത് കണ്ടു നിൽക്കുന്ന ഒരു അമ്മയുടെ വേദന. ദാറ്റ് ഇസ് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്നവർക്ക് ദ വൺ ഹു സ്റ്റിൽ ഹോപ്സ് ഫോർ എ മിറാക്കിൾ. എന്നിട്ടും അവസാന നിമിഷം വരെ മിറാക്കിൾ സംഭവിക്കുമെന്നും തന്റെ കുഞ്ഞിന് ഫീഡ് ചെയ്യാനുള്ള ഭക്ഷണം തന്റെ കയ്യിൽ എത്തുമെന്നും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരമ്മ, അഭയാർത്ഥികളുടെ ഏറ്റവും 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 ദുരവസ്ഥയെ ഇങ്ങനെ ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു കവിതയാണ്. Achebe particularly offers a comparison of a Madonna with her child in her arms to the horrors of a refugee mother whose child is on death's bed, or a normal day when this woman was not a refugee to her life as a refugee. It is very heart-wrenching. This poem was written during the time of the Biafran War or Nigerian Civil War of the late 1960. 1960 ബയാഫ്രൻ വാറും നൈജീരിയൻ സിവിൽ വാറും ഒക്കെ നടക്കുന്ന സമയത്ത് എഴുതപ്പെട്ട കവിതയാണ്. അപ്പൊ അഭയാർത്ഥിയായിട്ട് തന്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നില്ല, യുദ്ധങ്ങളൊക്കെ കാരണമായിട്ട് ഞാൻ അഭയാർത്ഥി ആയിപ്പോയതാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കക്കാരി കൂടി ആയതുകൊണ്ട് അഭയാർത്ഥി എന്ന് പറയുന്ന ലേബൽ കുറച്ചും കൂടി കനപ്പെടും. അപ്പം തന്റെ കുഞ്ഞിനെ കൊടുക്കാൻ ഭക്ഷണമില്ലാതെ തന്റെ മുമ്പിൽ പിടഞ്ഞു മരിക്കാൻ പോകുന്ന തന്റെ കുട്ടി, ആ സമയത്തൊക്കെയും ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അമ്മ, കണ്ണടച്ച് ആലോചിച്ചൊക്കെ ആ ഒരു കണ്ടീഷനെ. ഓക്കെ, കുഞ്ഞിന്റെ സ്ഥാനത്ത് നമ്മളെയും അമ്മയുടെ സ്ഥാനത്ത് നമ്മുടെ അമ്മയോ ഉമ്മേനെയൊക്കെ ആലോചിച്ചൊക്കെ അപ്പൊ കൃത്യമായിട്ട് അതിന്റെ വേദന മനസ്സിലാവും. അതുകൊണ്ടാണ് അതിനെ ഹാർട്ട് റെഞ്ചിങ് എന്ന് പറയുന്നത്, ഹൃദയം പിടിച്ചു കുലിക്കുന്ന ഹൃദയഭേദകമായിട്ടുള്ള കവിത എന്ന് പറയുന്നത്.
Achebe found poetry easier to write in the tough times of war. യുദ്ധത്തിന് അത്രയും ഭീകരമായ ഭയാനകമായ അവസ്ഥയിലാണ് ഈ കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. അടുത്ത കവിതയാണ് ലോണ ഗുഡിസിന്റെ ഐ എം ബിക്കമിങ് മൈ മദർ എന്ന് പറയുന്ന കവിത. കവിതയൊക്കെ ഭയങ്കര അർത്ഥങ്ങളുള്ള കവിത കേട്ടോ. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളതിലപ്പുറം അതിന്റെ ഒരു സോൾ ഉൾക്കൊണ്ട് പഠിക്കുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ പോംസ് ആർ ദീസ് എന്നുള്ളതാണ്. നോക്കാം, ലോണ ഗുഡിസിന്റെ ഐ എം ബിക്കമിങ് മൈ മദർ എന്ന് പറയുന്ന കവിത ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിനെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. നോക്കാം, ദ പോം ഡെൽസ് ഇൻ ടു തീംസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഏജിങ് ആൻഡ് സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫ്. ഇൻഹെറിറ്റൻസ് നമ്മുടെ പാരമ്പര്യം, ആൻഡ് ഏജിങ് പ്രായമാവുക. നമുക്കൊക്കെ പ്രായമാവുമല്ലോ. ഇനിയിപ്പം ആലിയ ഭട്ടാണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഇവർക്കൊക്കെ പ്രായപ്പെടുക എന്ന് പറയുമ്പോൾ പ്രായപ്പെടുക. കാണാൻ നിങ്ങൾ വയസ്സായിടോ എന്നുള്ള സംഭവമല്ല. കാഴ്ചയിൽ നിങ്ങൾ ചെറുപ്പം സൂക്ഷിച്ചോളൂ, മനസ്സിലും നിങ്ങൾ ചെറുപ്പം സൂക്ഷിച്ചോളൂ. പക്ഷെ പ്രായമാവാന്നുള്ള സാധനം സംഭവിക്കും. എനിക്ക് നിങ്ങൾക്കൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കണം. നമ്മളൊക്കെ അത്യാവശ്യം പള്ള നിറച്ചും വയസ്സുള്ള മനുഷ്യന്മാരാണ്. സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഒരു ചാക്രിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ പാരന്റ്സ് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ കടന്നുപോയ അതേ ചാക്രിക ചലനത്തിലൂടെ നമ്മളും കടന്നുകൊണ്ട് പോകുന്നത്. ജനിക്കുന്നു, വലുതാവുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, പാസ്സാവുന്നു, ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു. കല്യാണം കഴിക്കാത്തവരാണെങ്കിലും കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിലും ഒക്കെ അവർ വളരുന്നു, പ്രായമാവുന്നു, മരിക്കുന്നു, നമ്മുടെ അടുത്ത ജനറേഷൻ വരുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതന്നെയാ സംഭവിക്കുന്നത്. ആൻഡ് ഗുഡിസം എംപ്ലോയ്സ് വിവിഡ് ഇമേജറി ആൻഡ് പേഴ്സണൽ അനക്ഡോട്ട്സ് ടു ക്യാപ്ചർ ദ ന്യൂആൻസ് ഓഫ് ദിസ് ഇവോൾവിംഗ് കണക്ഷൻ. അപ്പൊ ഈ കുറഞ്ഞ സമയത്തിനിടയ്ക്ക് ആലോചിച്ചൊക്കെ നമ്മൾ ഈ ഒരു പോയിന്റിൽ ജനിക്കുന്നു, ജനിച്ച് വലുതാവുന്നു, ഈ ഒരു പോയിന്റ് നമ്മൾ സ്കൂളിൽ പോകുന്നു, ഈ ഒരു പോയിന്റ് നമ്മൾ കോളേജിൽ പോകുന്നു, ഈ ഒരു പോയിന്റ് നമുക്ക് ജോലി കിട്ടുന്നു, ഈ ഒരു പോയിന്റിൽ നമ്മൾ കല്യാണം കഴിക്കുന്നു, ഈ ഒരു പോയിന്റ് നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നു, ഈ ഒരു പോയിന്റിൽ നമ്മുടെ കുട്ടികൾ വലുതാവുന്നു, ഈ ഒരു പോയിന്റ് നമ്മൾ വയസ്സാവുന്നു, ഈ ഒരു പോയിന്റ് നമ്മൾ മയ്യത്താവുന്നു. ഈ സാധനമാണ് നമ്മുടെ ലൈഫ്. പക്ഷെ ഈ ഒരു ജേണിക്കിടയിൽ, ഈ യാത്രക്കിടയിൽ നമ്മൾ എത്ര മനുഷ്യന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാര്, നമുക്ക് അത്രയും വെറുപ്പുള്ള മനുഷ്യന്മാർ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ മനുഷ്യന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒരുപാട് കണക്ഷൻസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഇവോൾവിങ് കണക്ഷൻസ്, അപ്പം അതൊരു അമ്മയും മകളുടെയും കണക്ഷൻ ആലോചിച്ചേക്കുക. എന്റെ അമ്മയും ഞാനും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ ലോകത്തൊരാൾക്കും അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അമ്മയും നിങ്ങളും തമ്മിലുള്ള ബന്ധം cannot, അത് പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ റിഫ്ലക്ട് ഓൺ ഷെയർഡ് എക്സ്പീരിയൻസ്, ഫിസിക്കൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ഷെയർഡ് എക്സ്പീരിയൻസ് അല്ലെ, നമ്മൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, ഇമോഷൻസ് പങ്കുവെക്കുന്നുണ്ട് സുഹൃത്തുക്കളുമായിട്ട്, പാർട്ട്ണറുമായിട്ട്, നമ്മുടെ അച്ഛനും അമ്മയായിട്ട്, സിബ്ലിങ്സും ഒക്കെ ആയിട്ട്. ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ 5ാം ക്ലാസ്സിൽ പഠിക്കണ ഞാനാണോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? അല്ല. ഓക്കെ, നമുക്ക് ഫിസിക്കലി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. നീളം കൂടിയിട്ടുണ്ട്, തടി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നീളം കുറയുക എന്നുള്ള സംഭവിക്കുന്നത് പറയുന്നില്ല. തടി കുറഞ്ഞിട്ടുണ്ടോ, ചിലപ്പോൾ വെളുത്തിട്ടുണ്ടാവും, കറുത്തിട്ടുണ്ടാവും, ഒട്ടോറിറ്റീസ് കാഴ്ച കുറഞ്ഞിട്ടുണ്ടാവും, കണ്ണാടി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുള്ളത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ചിലരെ കണ്ടാൽ തിരിച്ചറിയുന്നില്ല, ചിലർ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാണെന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന്റെ കേസാണ്. ആൻഡ് ദി ഇമോഷണൽ കോംപ്ലക്സിറ്റീസ് ഓഫ് ഗ്രോയിങ് ഓൾഡ്, നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ ഇമോഷണൽ കോംപ്ലക്സിറ്റികൾ കൂടും. ഓക്കെ, കുഞ്ഞു വാവയാവുന്ന സമയത്ത് ഇമോഷൻസ് ഇല്ല. അമ്മയും ഞാനും മാത്രമുള്ള ലോകമാണ് ആ കുഞ്ഞു വാവയായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും നമ്മൾ എടുത്തു നടക്കുന്നവർ മാത്രമാണ് നമ്മുടെ ലോകം. We have no emotions എന്നുള്ള സാധനമാണ്. കുറച്ചുകൂടി വലുതാകുമ്പോൾ സ്കൂളിലൊക്കെ എത്തുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി കളിക്കാനൊക്കെ പ്രായമുള്ള സമയത്ത് നമ്മളും കളിപ്പാട്ടങ്ങളും മാത്രമുള്ള ലോകമാണ്. അതിനോടാണ് നമ്മുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. കുറച്ചുകൂടി കൗമാരപ്രായൊക്കെ ആവണ സമയത്താണ് നമുക്ക് കുറച്ച് മൂഡ്സിങ്സ് ഒക്കെ കുറച്ച് കൂടുതൽ വരിക അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത് നമ്മുടെ റോൾസ് ഇങ്ങനെ മാറി വരും അല്ലെ. ഒരു കാലത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്ത പാരന്റ്സിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മുടെ വൈകാരികമായിട്ടുള്ള തീക്ഷ്ണത എന്ന് പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്ന ആ ഇത്ര ഈസിനെസ്സിലായിരിക്കില്ല. നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും. വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. ഇതൊക്കെ ഒരു മഴ പെയ്യുമ്പോഴോ ഒരു ചെറിയ വെയിൽ ഉണ്ടാവുന്ന സമയത്തൊക്കെ വലിയ സന്തോഷങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രായത്തിലേക്ക് നമ്മൾ വളരും, വിച്ച് ഇസ് നോൺ ആസ് മെച്യൂരിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇമോഷണൽ കോംപ്ലക്സിറ്റീസും എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. The poem is a tender meditation on the passage of time and enduring bonds of family. അപ്പൊ ശരിക്കും കവിത ഒരു മെഡിറ്റേഷൻ പോലെയാണ്. ഏത് മെഡിറ്റേഷൻ പോലെ? കാലം കടന്നു പോകുമ്പം നമുക്ക് ഉണ്ടാവുന്നൊരു മാറ്റമുണ്ട്.
ശരിക്കും മാറുമെന്നുള്ളത് ഉറപ്പാണ്. പ്രായം കൂടുന്നുള്ളത് ഉറപ്പാണ്. മുടി നരക്കും. നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഭംഗിയൊക്കെ കുറച്ചുകൂടി പ്രായം കഴിയുന്ന സമയത്ത് ഒക്കെ പോവും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോലും എന്നെ കണ്ടാൽ മനസ്സിലാവാത്ത അവസ്ഥയിലൊക്കെ എന്റെ പ്രായവും നിങ്ങളുടെ പ്രായവും ഒക്കെ മാറും. ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മൾ തിരിച്ചറിയില്ല. നമ്മുടെ പഴയ ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ ഒരുപാട് നേരം നോക്കി നിൽക്കും. ഈ സാധനത്തിലേക്കൊക്കെ നമ്മുടെ ലൈഫ് എത്തും, ഡെഫിനറ്റ്ലി എത്തും. അപ്പൊ ഈ കാലം കടന്നു പോകുന്നതിനൊരു മെഡിറ്റേഷൻ പോലെ ധ്യാനാത്മകമായിട്ട് അതിനെ കാണുന്നൊരു കവിതയാണ് എൻഡറിങ് ബോണ്ട്സ് ഓഫ് ഫാമിലി. നമ്മൾ കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതിലുള്ള ഒരു എറ്റേണിറ്റി ഉണ്ടല്ലോ. അതിനൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ അച്ഛനും അമ്മയും സിബ്ലിങ്സും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഈ അവരുടെ കാലശേഷവും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ പൂവിട്ട് നിൽക്കുന്ന ഒരു വല്ലാത്തൊരു അനുഭവമാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ. അതൊരിക്കലും മായമില്ല എന്നുള്ളതാണ്. സോ അതിന്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്താണ് ഡെറക് വാൽക്കോട്ടിന്റെ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്നൊരു വിദൂര കരച്ചിൽ. നിങ്ങൾ കേൾക്കണുണ്ടോ എന്ന് ചോദിക്കാണ്. ഡെറക് വാൽക്കോട്ടിന്റെ കവിതയാണ്. ഇറ്റ്സ് എ കോംപ്ലക്സ് ആൻഡ് ഡീപ്ലി പേഴ്സണൽ എക്സ്പ്ലോറേഷൻ ഓഫ് ഐഡന്റിറ്റി, കൊളോണിയലിസം ആൻഡ് ദ എൻഡ്യൂറിംഗ് ഇമ്പാക്ട് ഓഫ് ഹിസ്റ്ററി. കൊളോണിയലിസവും ഐഡന്റിറ്റിയും ഒക്കെ തീമായിട്ടുള്ള പേഴ്സണൽ, അദ്ദേഹത്തിന്റെ ഒരു കോളനൈസ്ഡ് രാജ്യത്ത് ജീവിച്ച് അതിന്റെ എല്ലാ ബാഡ് എക്സ്പീരിയൻസും അനുഭവിച്ച ഒരു കവി എന്നുള്ള നിലയിൽ അദ്ദേഹം അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പച്ചയ്ക്ക് പറയുന്ന ഒരു കവിതയാണ്. The poem grapples with the poet's divided loyalties as a Caribbean person of African descent caught between the culture of Europe and Africa. ഓക്കെ, ഒരു ആഫ്രിക്കൻ കരീബിയൻ കൾച്ചറിൽ ജീവിച്ചിട്ട് യൂറോപ്പിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ വേദന ആലോചിക്കുക. ഓക്കെ, പ്രവാസികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു, പക്ഷെ പ്രവാസികൾക്ക് ഇത്ര ഉണ്ടാവില്ല, കാരണം ഇത്രയും ക്രൂരത അവർ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി കീ തീംസ് എക്സ്പ്ലോർഡ് ഇൻ ദ പോം ഇൻക്ലൂഡ്. ഇതിനകത്ത് പറയുന്നത് കൊളോണിയൽ ഗിൽറ്റ് ആണ്. കൊളോണിയലിസത്തിന് ഒരു കുറ്റബോധം, കൊളോണിയലിസത്തിന് കുറ്റബോധം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കില്ലായിരുന്നല്ലോ. ഓക്കെ, ഈ പറഞ്ഞ കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിച്ച കോംപ്ലക്സ് ഇമോഷൻസ് ഉണ്ട്, അതിനെ പറ്റി പറയുന്നു. കൾച്ചറൽ ഹൈബ്രിഡിറ്റി, രണ്ട് കൾച്ചറും കൂടി മിങ്കിൾ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ബ്ലെൻഡഡ് വേർഷൻ. ദെൻ വയലൻസ് ആൻഡ് ഹിസ്റ്ററി, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അതിന്റെ ക്രൂരതകള്, അതൊക്കെ പറയുന്ന കവിതയായിട്ട് ഡെറക് വാൽക്കോട്ടിന്റെ ഫാർ ക്രൈ ഫ്രം അമേരിക്ക. ആഫ്രിക്കയുടെ കരച്ചിലാണ് ശരിക്കും. അടുത്ത ദ സൗത്ത് എന്ന് പറഞ്ഞ എഡ്വാർഡ് ബ്രാത്ത്വെയ്റ്റിന്റെ ഒരു കവിതയുണ്ട്. എഡ്വാർഡ് ബ്രാത്ത്വെയ്റ്റ്. In the poem, the person is reflecting on the island home of his childhood. അതായത് ബ്രാത്ത്വെയ്റ്റ് കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ഐലൻഡിലെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. He has traveled to many places but appears to be constantly homesick. ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, പക്ഷെ ഹോം സിക്നെസ്, എന്റെ വീട് എന്നെ വിളിക്കുന്നു, എനിക്ക് ഇപ്പൊ വീട്ടിൽ പോകണം, വീട്ടിൽ പോയാൽ പറ്റും, അമ്മയെ കാണണം എന്ന് തോന്നുന്ന ആ ഫീൽ ഉണ്ടായിരുന്നു ആർക്ക്? എഡ്വാർഡ് ബ്രാത്ത്വെയ്റ്റിന്. He remarks the stark contrast between the stormiest cities and his own homeland and seems overcome with happiness once he recounts the വണ്ടറസ് മെമ്മറീസ് ഓഫ് ഹിസ് ചൈൽഡ്. അപ്പൊ ഇദ്ദേഹം സിറ്റികളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അതൊക്കെ കുറെ മിനാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു ലോകമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഐലൻഡ് വളരെ നാച്ചുറലായിട്ട് കണക്ട് ചെയ്യുന്നപ്പോൾ അവിടുന്ന് ഇദ്ദേഹത്തിന് ഇവിടെ സ്വന്തം നാട് മിസ് ചെയ്യാണ്. അപ്പോഴും അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് ഓർമ്മകൾ മാത്രമായിരുന്നു കുട്ടിക്കാലത്ത്. The title South seems to refer to the southern hemisphere, including the Caribbean island. The likely origin of the person, considering that the poet is barbarian. അതായത് സൗത്ത് എന്ന് പറയുന്നത് അതിന്റെ ടൈറ്റിൽ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയെ രണ്ടായിട്ട് പകുത്തിട്ട് നോർത്ത് ഹെമിസ്ഫയർ എന്നും സൗത്ത് ഹെമിസ്ഫയർ എന്നും വിളിക്കാറില്ലേ. അതിൽ സൗത്ത് ഹെമിസ്ഫയറിനെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിനോട്ട് ചെയ്യുന്നത്. കാരണം ഈ സൗത്ത് ഹെമിസ്ഫയറിലാണ് കരീബിയൻ ഐലൻഡ് ഉള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരീബിയൻ ഐലൻഡിനെ കുറിച്ചാണെന്ന് അർത്ഥം. ദ സദേൺ യുഎസ് സ്റ്റേറ്റ്, സൗത്ത് അമേരിക്ക ആൻഡ് ദ സദേൺ സ്റ്റേറ്റ്സ് ഓഫ് ആഫ്രിക്ക, ഓൾ ഓഫ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് റേഷ്യൽ ടെൻഷൻ ഇൻവോൾവിംഗ് ബ്ലാക്ക് പീപ്പിൾ. ആ ഒരു സതേൺ പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ കറുത്തവരക്കാരുണ്ടായിരുന്നത്. സദേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക, സദേൺ പാർട്ട് ഓഫ് അമേരിക്കയിലെ കറുത്തവരക്കാര്, സദേൺ പാർട്ട് ഓഫ് കരീബിയൻ പോലെയുള്ള കരീബിയൻ ഐലൻഡുകൾ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കറുത്തവരക്കാർ അവരനുഭവിച്ച റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ടെൻഷൻസ്. ദ പേഴ്സൺ ഓഫ് Jigsaw possesses southern island home full of bright beaches and warm people with the lands of the northern lands having unfavorable weather condition, called the people and the lack of the ocean, which our person are so desperately longs for. The theme is nature, idealization of childhood and nostalgia. The mood could also be described as nostalgic and longing. Nostalgic ആയിട്ടുള്ള തന്റെ നാടിനോട് തോന്നുന്നൊരു ഇഷ്ടം സംഭവങ്ങളൊക്കെ ആയിട്ട്
പോകുന്ന ഒരു കവിതയായിട്ട്, തന്റെ ഹോംലാൻഡിനോട് തോന്നുന്ന, കരീബിയൻ ഐലൻഡിനോട് തോന്നുന്ന ഒരു ഇഷ്ടമൊക്കെയാണ് ഇത് സൗത്തിൽ പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഐഡന്റിറ്റിയും അതിന്റെ ഇഷ്ടമൊക്കെ ആയിരിക്കും അതിൽ പറയുന്നുണ്ടാവുക. The poem describes the speaker's journey from his homeland in the Caribbean to traveling abroad. He feels oppressed in the cities and forests he visit. അപ്പൊ തന്റെ സ്വന്തം ഹോംലാൻഡ് വിട്ടിട്ട് ഈ സിറ്റിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ട്രാവലൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ കാടുകളിലും ആ നഗരങ്ങളിലും അയാൾ ഒപ്രസ് ചെയ്യപ്പെടുന്നത് പോലെ, കറുത്തവരക്കാരനായിട്ട് മാറ്റി നിർത്തപ്പെടുന്ന പോലെ അയാൾക്ക് ഫീൽ ചെയ്യാണ്. ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. കാലം അതായിരുന്നു. However, in the end, he decides he wants to return to his homeland by the sea, where he is welcomed back by the fisherman and children as someone who belongs. അപ്പൊ അദ്ദേഹത്തിന് തിരിച്ചു തന്റെ നാട്ടിലെത്താൻ ഇങ്ങനെ കൊതിയാവുകയാണ്. കടൽ മാർഗം ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാണെന്ന് തീരുമാനിക്കും. അവിടെ എത്തിയിട്ട് ആ കടൽ തീരത്ത്, തന്റെ ഐലൻഡിന്റെ തീരത്ത് തന്റെ നാട്ടിലെ മീൻപിടുത്തക്കാര് തന്നെ കാത്തിരിക്കുന്നതും തന്നെ വെൽക്കം ചെയ്യുന്നതും അവിടെയുള്ള കുട്ടികള് താനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും ഒക്കെയും തന്നെ സ്വീകരിക്കുന്നതും ആ മനുഷ്യൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാണ്. സോ ദാറ്റ് പോം ഈസ് ദ സൗത്ത്.